50-ലാണ് ചോദ്യമെങ്കിൽ 5 മാർക്കും കൂടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ അപ്പോൾ അവ ജയിച്ചു. അതാണ് ആൾ പ്രൊമോഷൻ എന്ന് പറഞ്ഞത്. 5 മാർക്കിന് വേണ്ടി പഠിച്ചാൽ ഏതെങ്കിലും കൂട്ടി രക്ഷപ്പെടും. ഞാനിപ്പോൾ തീരുമാനിച്ചു 30% മാർക്ക് എല്ലാ കുട്ടികളും വാങ്ങിയാലേ മതിയാവും. ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. അത് പറഞ്ഞാൽ തന്നെ കുറച്ച് ബുദ്ധിജീവികളും കുറച്ച് ആൾക്കാരും, ആ ആൾക്കാരെന്ന് പറഞ്ഞിട്ട് മക്കളെല്ലാം ഇപ്പോൾ MBBS-ലും മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗുകളിലൊക്കെ പഠിക്കുകയാണ്. പാവങ്ങളുടെ കാര്യം നോക്കേണ്ട കാര്യമില്ല. അവരിപ്പം വലിയ താത്വികപരമായിട്ട് പറഞ്ഞത് അത് കുട്ടികളെ തോൽപ്പിക്കുകയാണ്. ഒരു കുട്ടിയും തോൽപ്പിക്കുന്നില്ല. പഠിച്ച് ജയിച്ചാണ് കുട്ടികളെ വരേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ആദ്യം 8ാം ക്ലാസ്സിൽ 30% ഏർപ്പെടുത്തി. 8ാം ക്ലാസ്സിൽ ഏർപ്പെടുത്തിയപ്പോൾ കുറേ കുട്ടികൾ തോറ്റു. ആ കുട്ടികൾക്ക് 2 ആഴ്ചക്കാലം ക്ലാസ് കൊടുത്തു. 2 ആഴ്ചക്കാലം ക്ലാസ് കൊടുത്ത ശേഷം വീണ്ടും പരീക്ഷ എഴുതിപ്പിച്ചു. എല്ലാവരും ജയിച്ചു. എല്ലാവരും പ്രൊമോഷൻ ചെയ്ത് വിട്ടു. ഈ അടുത്ത വർഷം മുതൽ ബാക്കി എല്ലാ ക്ലാസ് 1 മുതൽ 4 വരെ ഉള്ള ക്ലാസ്സിലൊഴികെ ബാക്കി എല്ലാം 30% ജയിച്ചാലേ 30% മാർക്ക് വാങ്ങിയാലേ മതിയാവുന്നുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കുകയാണ്. അങ്ങനെ സ്വീകരിക്കുന്നതിന് കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് പോകുന്ന കുട്ടികളും മിടുക്കന്മാരായി പഠിച്ച് വരേണ്ടതായിട്ടുണ്ട്. മറ്റു കാര്യം, ഇന്നും വിദ്യാഭ്യാസ കച്ചവടം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചില അൺഎയ്ഡഡ് മാനേജ്മെൻറ്റുകൾ വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ നിയമത്തിൽ പറയുന്നത് സൗജന്യവും സാർവത്രികമായ വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. അതിനെതിരായി ഉള്ള കാര്യങ്ങൾ പല എയ്ഡഡ് മാനേജ്മെൻറ്റിലും നടക്കുന്നുണ്ട്. ഞാൻ അവരോടൊക്കെ മുന്നറിയിപ്പ് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. NOC കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിന് NOC പിൻവലിക്കാനുള്ള അധികാരം ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമാക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. കാര്യം എന്ന് വെച്ചാൽ വലിയ തുകയാണ് വാങ്ങുന്നത്. പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വലിയ തുകയാണ് വാങ്ങുന്നത്. എന്ന് മാത്രമല്ല, അഡ്മിഷൻ SSLC റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ +1 അഡ്മിഷൻ ക്ലോസ് ചെയ്തത്. ഇത് എവിടെ നടക്കുന്ന നയം? അത് ഞങ്ങൾ പോലീസിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. അവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് എല്ലാ സ്കൂളിലും നടക്കുന്നുണ്ട് അത്തരം അഡ്മിഷൻ. എന്നാൽ അതിൻ്റെ എണ്ണം കുറച്ചുകൊണ്ട് വരുന്നതിനുള്ള പരിശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പോലീസ് ഓഫീസർമാരെന്നുള്ള നിലയിൽ നിങ്ങളുടെ സഹകരണവും ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ തന്നെ 9 വരെ പിരിച്ചുവിട്ടു പോക്സോ കേസിൽ പ്രതിയായിട്ടുള്ളത്. നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? നമ്മളെല്ലാം കൊച്ചുമക്കളും നമ്മുടെ എല്ലാം മക്കൾ പഠിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഈ തോന്നിയാസം കാണിക്കാൻ പാടുണ്ടോ? 9 എണ്ണത്തിനെയും പിരിച്ചുവിട്ടു. അതാരും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. ഇനിയും കുറച്ച് കേസുകൾ അതുപോലെ ഉണ്ട്. അപ്പോൾ അതിലും പോലീസ് ഒരു നിലപാടെടുക്കണം. പോലീസ് ഒരു നിലപാട് ശക്തമായെടുക്കേണ്ടതായിട്ടുണ്ട്. പോലീസ് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചില പോലീസ് ഓഫീസർമാർ മർമ്മത്തിൽ പറഞ്ഞു ഓരോ മുടന്ന ന്യായങ്ങൾ പറയാം. ഇതിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ സ്കൂളുകളിൽ നമ്മുടെ മക്കളും കൊച്ചുമക്കളുമാണ് പഠിക്കുന്നത്. ഇതിൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിൽക്കും. നിങ്ങളുമായിട്ട് കൂടെ നിൽക്കണമെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുക.